ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മലയാളികൾക്കും സ്വന്തം ലൈസൻസ് സ്മാർട്ടാക്കാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നമുക്ക് പരിവാഹൻ്റെ ഹോം പേജിലെ ഓൺലൈൻ സർവീസസിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് സെലക്ട് ചെയ്യുക. ഡ്രൈവിംഗ് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായി ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. 16ഓളം സേവനങ്ങൾ ലഭ്യമാണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പേജ് വരും. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ സ്പേസോ ബാറോ ഇല്ലാതെയാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ എങ്ങനെ അടിച്ചു കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് താഴെ സാമ്പിളുകളിൽ കാണാൻ സാധിക്കും. കൂടാതെ ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയും കൂടി എൻ്റർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ കേരള ലൈസൻസ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. KL എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏത് RTO ഓഫീസാണോ ആ RTO ഓഫീസിൻ്റെ നമ്പറും ലൈസൻസിൻ്റെ നമ്പറും അതിനുശേഷം നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയ വർഷവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് നമ്പർ വർഷം നീട്ടി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അതിൻ്റെ ഓർഡറുകൾ താഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിക്കാം. ഇതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ ലൈസൻസ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഈ ലൈസൻസ് ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് അക്നോളജ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് മുന്നോട്ടേക്ക് പോകുവാൻ വേണ്ടി സാധിക്കും. ശേഷം നമ്മുടെ RTO ഓഫീസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പിൻ കോഡ് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ജില്ല വൈസ് RTO ഓഫീസ് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്യുകയോ ചെയ്യാം. ഇവിടെ എൻ്റെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തു പ്രൊസീഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മുടെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസുകൾ വരുന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ വളരെ നിർബന്ധമായൊരു കാര്യമാണ്. കാരണം മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. ശേഷം കൺഫേം കൊടുക്കുന്ന സമയത്ത് ആ ലൈസൻസ് അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ പുതിയ ലൈസൻസ് വരിക എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈസൻസിലെ അഡ്രസ്സ് മാറ്റണമെങ്കിൽ ചേഞ്ച് അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. പെർമനൻറ്റ്, പ്രസൻറ്റ്, ബോത്ത് ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. പുതിയ ലൈസൻസ് കിട്ടുവാൻ വേണ്ടി റീപ്ലേസ്മെൻറ്റ് ഓഫ് DL സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വേറെ ഡിക്ലറേഷനൊന്നും നൽകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ലൈസൻസിൻ്റെ സ്കാൻ ചെയ്ത രണ്ട് പുറവും സ്കാൻ ചെയ്ത ഒരു PDF ഫയൽ ഉണ്ടാകൽ നിർബന്ധമാണ്. അതിനുശേഷം സെൽഫ് ഡിക്ലറേഷൻ ഫില്ല് ചെയ്യുക. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ ചോദിക്കുന്ന ഒരു കോളമാണ്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിക്ലറേഷനും കൂടി സബ്മിറ്റ് ചെയ്യുക. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഡിക്ലറേഷന് ശേഷം നമുക്ക് വേറൊരു ഡിക്ലറേഷൻ കൂടി നൽകാനുണ്ട്. ഇവിടെയും എല്ലാ ഡിക്ലറേഷൻസും നൽകി പ്രൊസീഡ് ചെയ്യുകയാണ് വേണ്ടത്. ക്യാപ്ച നൽകി പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പേജിലേക്ക് പോവുകയും ഇവിടെ നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള പേജിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ശേഷം നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് വരുന്നത്. പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ 245 രൂപയാണ് വരുന്നത്. ഇത് UPI വഴി ട്രാൻസാക്ഷൻ നടത്തി നമുക്ക് റിസീറ്റ് കിട്ടുന്നതാണ്. 505 രൂപയാണ് ആയത്. അഡ്രസ്സ് ചേഞ്ച് ചെയ്താലും ഇനി വരുന്ന ലൈസൻസുകളെല്ലാം പുതിയ ലൈസൻസ് ആയിട്ടാണ് വരുന്നത്. നിലവിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചയും എൻ്റർ ചെയ്ത് നൽകിയാൽ മതി. നമ്മുടെ ഫയലിൻ്റെ പുരോഗതി നമുക്കിവിടെ നിന്ന് വിലയിരുത്താൻ കഴിയുന്നതാണ്.